ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. അപ്പോൾ നമ്മുടെ HSA ജനറൽ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് മെത്തഡോളജി പാർട്ടിൻ്റെ മോക്ക് ടെസ്റ്റാണ്. മെത്തഡോളജി നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്ത ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടെ കാണുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഭാഗം സ്പെഷ്യൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് പോകാൻ സൗകര്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടെ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോയേക്കണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആഫ്റ്റർ ഒബ്സർവിംഗ് ദാറ്റ് സ്റ്റുഡൻസ് ആർ സ്ട്രഗ്ലിംഗ് ടു പ്രൊസീഡ് ഫർദർ ഓൺ ആൻ ഓൺഗോയിങ് ആക്ടിവിറ്റി, എ ടീച്ചർ decides to provide clues and hints in form of what, why, how. According to Lev Vygotski's theory, this strategy of teacher will demotivate the children to learn, act as a scaffold for learning, cause withdrawal tendency among students, be meaningless in process of learning. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, അപ്പോൾ ഒന്നും കൂടി മനസ്സിരുത്തി വായിക്കുക. ആഫ്റ്റർ ഒബ്സർവിംഗ് ദാറ്റ് സ്റ്റുഡൻസ് ആർ സ്ട്രഗ്ലിംഗ് ടു പ്രൊസീഡ് ഫർദർ ഓൺ ആൻ ഓൺഗോയിങ് ആക്ടിവിറ്റി. അപ്പോൾ ടീച്ചർ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ടീച്ചർ നോക്കുന്ന സമയത്ത് കുട്ടികൾ അത് ചെയ്യാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്ന രീതിക്ക് ടീച്ചർ കാണുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ടീച്ചർ ഡിസൈഡ്സ് ടു പ്രൊവൈഡ് ക്യൂസ് ആൻഡ് ഹിൻസ്. അപ്പോൾ ടീച്ചർ കുറച്ച് ക്ലൂസും ഹിൻസും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇൻ ഫോം ഓഫ് വാട്ട്, എന്താണ്, എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള കാര്യം ജസ്റ്റ് ടീച്ചർ കുറച്ച് ഹിൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ലൈവ് വൈഗോസ്കി തിയറി ദി സ്ട്രാറ്റജി ഓഫ് ടീച്ചർ വിൽ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജീന്ന് പറയുന്ന പേര് എന്താണ്? അപ്പോൾ കുട്ടികൾക്ക് എന്താണ്? ഒരു കൈത്താങ്, ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ആക്ട് ആസ് എ സ്കഫോൾഡ് ആണ് അല്ലേ, സ്കഫോൾഡ് ഫോർ ലേണിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എംഫസൈസസ് ദാറ്റ് intelligent quotient IQ can be measured only by objective test. Intelligence in one domain ensures intelligence in all other domains. There are several forms of intelligences. There are no individual differences in intelligences. അപ്പോൾ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ പറയാം മൾട്ടിപ്പിൾ, അതിൽ തന്നെയുണ്ട് കുറേ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ ദർ ആർ സെവറൽ ഫോംസ് ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ളതാണ് അല്ലേ. ഇനി അടുത്തത് നോക്കും. ലൈവ് വൈഗോട്സ്കി സോഷ്യൽ കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഓഫ് ലേണിംഗ് എംഫസൈസസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ് ഇൻ ദി ലേണിംഗ് പ്രോസസ്. കൾച്ചറൽ ടൂൾ, ആട്രിബ്യൂഷൻ, മോട്ടിവേഷൻ, ഇക്വിലിബ്രേഷൻ. അപ്പോൾ നമ്മുടെ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ലേണിംഗുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യോ കൾച്ചറൽ തിയറി ബൈ വൈഗോട്സ്കിയിൽ എംഫസൈസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിലാണ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഏതാണ്? അറിയാം, എന്താണ്? നമ്മുടെ കൾച്ചറൽ, ആ പേര് തന്നെയുണ്ട് അല്ലേ. കൾച്ചറൽ ടൂൾസിനാണ് ഇദ്ദേഹം കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്ന ഓപ്ഷൻസിൽ കേട്ടോ. ഇനി നോക്കൂ. ഇൻ ഹിസ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ജീൻ പിയാഷെ എക്സ്പ്ലെയിൻസ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് സൈക്കോളജിക്കൽ ടൂൾസ്, സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സ്കീമാസ്. പിയാഷെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒന്നും വേണ്ട അല്ലേ. കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ടേംസ് ഓഫ് സ്കീമയാണ് അല്ലേ. സ്കീമ എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. സോ ആൻസർ സ്കീമ തന്നെയാണ് അല്ലേ. ഇനി അടുത്തത് നോക്കാം. ഇൻ ഓർഡർ ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഫേസിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, എ ടീച്ചർ ഷുഡ് നോട്ട്, ശ്രദ്ധിക്കുക, ഷുഡ് നോട്ട് ആണ്. ഇൻ ഓർഡർ ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഫേസിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് ടീച്ചർ ചെയ്യാൻ പറ്റാത്തത് എന്താണ്? ഓക്കെ, യൂസ് മൾട്ടിപ്പിൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, യൂസ് കൺസ്ട്രക്റ്റീവ് പെഡഗോഗിക്കൽ അപ്രോച്ചസ്, ഡു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ്, then practice rigid structures for pedagogy and assessment. ഏതായിരിക്കും? ഒന്നും കൂടി വായിച്ചിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസറിലോട്ട് എത്തുക കേട്ടോ. ഏതായിരിക്കും വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ അല്ലേ? ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത് ഷുഡ് നോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രാക്ടീസ് റിജിഡ് സ്ട്രക്ചേഴ്സ് ഫോർ പെഡഗോഗി ആൻഡ് അസസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഒരു അസസ്മെൻറ്റ് ആയിക്കോട്ടെ, നമ്മുടെ പെഡഗോഗിയൊക്കെ ആയിക്കോട്ടെ, എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം, റിജിഡ് ആവാൻ പറ്റത്തില്ല അല്ലേ. ഓൾറെഡി അവരെന്താണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന കുട്ടികളാണ്. സോ എന്താവണം? ടീച്ചർ ഷുഡ് നോട്ട് എങ്ങനെയായിരിക്കണം? ഈ പറഞ്ഞ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് രീതി ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ബാക്കിയല്ല, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സും ദെൻ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പെഡഗോഗിക്കൽ അപ്രോച്ചസ് എല്ലാം ചെയ്യുന്നത് കുറച്ചും കൂടി ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നമുക്ക് അവരെ കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതിൽ ഷുഡ് നോട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചാടി കയറി ഏതെങ്കിലും ഒരു ഓപ്ഷനിലോട്ട് ടിക്ക് ചെയ്ത് വെക്കരുത്, മാർക്ക് ചെയ്യരുത്. ഷുഡ് നോട്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ മെത്തഡോളജി നമ്മൾ തിയറിറ്റിക്കൽ പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവരും തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന ആ ഒരു ഭാഗങ്ങൾ പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് 5 മാർക്ക് മാത്രമേ നമുക്ക് മെത്തഡോളജി പാർട്ടിലുള്ളൂ. സോ ഡീറ്റെയിൽ നമുക്ക് KTETൻ്റെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. മെയിനായിട്ട് ഓരോ തിയറിയുമായി ബന്ധപ്പെട്ട് വരും മെയിനായിട്ടൊരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈസിയായിട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Constructivist view of learning suggested that children dash construction of their own knowledge. First option, have no role to play in, are solely dependent on adults for, play an active role in, are solely dependent on textbook in. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂ പോയിന്റിൽ പറയുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ എന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു റോളാണ് ഇവിടെ പറയുന്നില്ല. സോ ഒരു നോളജ് കൺസ്ട്രക്ഷൻ കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ചിൽഡ്രൻ പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദെയർ ഓൺ നോളജ് എന്നുള്ളതാണ് വരിക കേട്ടോ. ഇതിലും സംശയം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഇവാലുവേഷൻ പ്രാക്ടീസസ് ഷുഡ് എയിം അറ്റ്. അപ്പോൾ ഇവാലുവേഷൻ പ്രാക്ടീസസിന് എയിം ചെയ്യുന്നത് ഏതാണെന്ന് നോക്കാം. ലേബലിംഗ് ഓഫ് സ്റ്റുഡൻസ്, സെഗ്രിഗേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫോർ എബിലിറ്റി ബേസ്ഡ് ഗ്രൂപ്പ്സ്, ഐഡൻറ്റിഫൈങ് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹൈ അച്ചീവേഴ്സ് ഫോർ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഇവാലുവേഷൻ്റെ എന്താണ് മെയിൻ ലക്ഷ്യം, എന്തായിരിക്കും ലക്ഷ്യം എന്ന് പറയുന്നത്? കുട്ടികൾ ലേബൽ ചെയ്യാനാണോ? അല്ല കുട്ടികളിനെ എന്തെങ്കിലും പേരിൽ വേർതിരിക്കുക, സെഗ്രിഗേറ്റ് ചെയ്യുക, അതാണോ? അതും അല്ല. പിന്നെ എന്തായിരിക്കും വരിക? ഐഡൻറ്റിഫൈങ് നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്, കുട്ടികളുടെ നീഡ്സും റിക്വയർമെൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അല്ലാതെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഹയർ അച്ചീവേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിൽ. ഐഡൻറ്റിഫൈയിങ് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ആണ് തന്നതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് കുറേ കൺസെപ്റ്റ് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പഠിച്ചു പോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ സ്റ്റേജസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. അത് ഒന്നും കൂടി നിങ്ങൾ തറവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല. കറക്റ്റ് ആൻസർ ഏതാണ് നോക്കൂ. കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഏതാണ് എന്നുള്ളത് എല്ലാവർക്കും കിട്ടിക്കാണും. കാരണം ഞാൻ 3-4 പ്രാവശ്യം ഒരു 4 മോക്ക് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ എല്ലാ ടെസ്റ്റിലും ഈ ഒരു സംഭവം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഏതാണ് ആൻസർ കിട്ടിയില്ല, എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ് വരുന്ന ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തെറ്റി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ കറക്റ്റായിട്ടുള്ള ഓർഡർ എന്നുള്ളതൊക്കെ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാത്തവർക്ക് നമ്മൾ ക്ലാസ്സിലും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. പഠിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ചാർട്ട് ഉണ്ടായിരുന്നു. ആ ചാർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണേ. Assessment for learning includes categorization and labeling of students in same ability groups, understanding the process of student thinking, finding out readiness levels of students. അപ്പോൾ ഓപ്ഷൻസ് 1ഉം 2ഉം 2ഉം 3ഉം 1ഉം 3ഉം 1ഉം 2ഉം 3 ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. സോ അത് എന്തിനായിരിക്കും അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സസ് ഓഫ് സ്റ്റുഡൻസ് തിങ്കിങ് ആവാം അല്ലേ. കാറ്റഗറൈസേഷൻ ലേബലിംഗ് ഒരിക്കലും ആവില്ല അല്ലേ. പിന്നെ എന്താവാം? ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ തിങ്കിങ്, സ്റ്റുഡൻസ് തിങ്കിങ് എന്നുള്ള കാര്യം, സ്റ്റുഡൻസ് എങ്ങനെ തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് കുട്ടികളുടെ എങ്ങനെ അവരുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നൊക്കെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ദാറ്റ്സ് ഓക്കെ, അത് കറക്റ്റാണ്. ഫൈൻഡിങ് ഔട്ട് റെഡിനെസ് ലെവൽസ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ആ റെഡിനെസ് ലെവൽ മനസ്സിലാക്കാൻ, അതും കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? 2ഉം 3ഉം എന്നുള്ളതാണ്. 2ഉം 3ഉം ഓപ്ഷൻ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ. 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരിക. ക്ലിയർ ആയല്ലോ. അപ്പോൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്താണ്, ആസ് ലേണിംഗ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ നമ്മുടെ ഒരു PYQ മോക്ക് ടെസ്റ്റ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ ഡീറ്റെയിൽഡ് ഒന്നും കൂടി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് 10ാമത്തെ ചോദ്യമാണ്. അപ്പോൾ കുറേ പേര് ക്ലാസ്സൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഒന്നും ലൈക്കും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്ര എന്നുള്ള കാര്യം കമൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എനിക്കറിയാം. കുറച്ചും കൂടി സന്തോഷമാണ്. അറിയാം മാർക്ക് ഫുൾ മാർക്ക് കിട്ടി അല്ലെങ്കിൽ 9 കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്കും കൂടി സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കാം. ആൻ എക്സ്പീരിയൻസ് ഓഫ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് വിത്തിൻ എ ക്ലാസ് റൂം അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർഡനർ റെഫേഴ്സ് ടു ability to handle social situations well, ability to understand meaning and rhythms of others' speech, knowledge of one's own complex feelings, strengths and weakness, appreciation of aesthetics and beauty.
ഈ ഒരൊറ്റ വാക്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് വിത്തിൻ എ ക്ലാസ് റൂം. അങ്ങനെ ആവുന്ന സമയത്ത് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതായിരിക്കും അപ്പോൾ ഇൻട്രാ എന്ന് പറയുമ്പോൾ എന്താണ്, സെൽഫാണ് അല്ലേ. മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അത് ഇൻ്റർ പേഴ്സണാണ്. ഇൻട്രാ എന്ന് പറയുമ്പോൾ ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ സ്വന്തം സ്ട്രെങ്ത്തും സ്വന്തം വീക്ക്നെസ്സൊക്കെ മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് അവിടെ എന്തായിരിക്കും വരിക, നോളജ് ഓഫ് വൺസ് ഓൺ കോംപ്ലക്സ് ഫീലിങ്സും സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ HSA സിലബസ് ബേസ്ഡ് ക്ലാസ്സസും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക് യു.